ഇങ്ങനത്തെ ഒരു സൈഡ് ഡിഷ് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? കൊത്തമര ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇളം കൊത്തമര എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളം കളയാൻ പാടില്ല, അത് അവിടെ തന്നെ മാറ്റി വെക്കണം. എന്നിട്ട് കൊത്തമര വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്ത് വെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നല്ല ജീരകം ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നീളത്തിലഞ്ഞിരിക്കുന്ന ഉള്ളി പച്ചമുളകും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നുടഞ്ഞ് വരുന്നവരെ വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ കൊത്തമര വേവിച്ചിരിക്കുന്ന വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് വന്ന ഉരുളക്കിഴങ്ങിലോട്ട് വേവിച്ചിരിക്കുന്ന കൊത്തമരയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ പോവാണ്. ഓൾറെഡി വെന്തതാണ്, എന്നാലും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സൈഡ് ഡിഷ് റെഡിയാണ്.